പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എഴുതി തന്നതാണെന്ന പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിലെ വാദം പൊളിയുന്നു. തനിക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന് നൽകിയ കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. എന്നാൽ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പി.വി. അൻവർ ഇന്നും ആവർത്തിച്ചു. MLA സ്ഥാനത്തു നിന്നുള്ള രാജിപ്രഖ്യാപന വാർത്താ സമ്മേളനത്തിൽ പി ശശി എഴുതി തന്ന കാര്യങ്ങളാണ് സഭയിൽ VD സതീശനെതിരെ ഉന്നയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് പി.വി. അൻവർ മാപ്പപേക്ഷിച്ചത്. അൻവർ CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അയച്ച കത്ത് ഈ വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ്. 2024 സെപ്റ്റംബർ 13 അൻവർ അയച്ച കത്തിൽ താൻ തെളിവുകൾ ശേഖരിച്ച് VD സതീശനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. പി ശശിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കാലയളവിലാണ് ഈ കത്തു നൽകിയത്. എന്നാൽ പി ശശിയെക്കുറിച്ച് ഈ കാര്യത്തിൽ ഒരു പരാമർശവുമില്ല. കേരളയിൽ അട്ടിമറിക്കാൻ ബാംഗ്ലൂരിലെ IT കമ്പനികളിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പണം വാങ്ങിയെന്നായിരുന്നു അന്ന് സഭയിൽ ഉന്നയിച്ച ആരോപണം. തനിക്കു കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അനുമതി വാങ്ങി സ്വന്തം നിലയിലാണ് സഭയിൽ ആരോപണം ഉന്നയിച്ചതെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പിണറായിക്കും കോടിയേരിക്കുമെതിരെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിത ആരോപണങ്ങൾ കാരണമാണ് ഈ അഴിമതി ആരോപണം ഉന്നയിച്ചതെന്നും കത്തിൽ പറയുന്നു. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പി.വി. അൻവർ പി ശശിക്കെതിരായ ആരോപണം ആവർത്തിക്കുകയായിരുന്നു. CPM ലീഡർഷിപ്പിന് വേണ്ടി പെർമിഷൻ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികതല്ലേ, അവർക്കും കൂടിയും അറിയുന്ന കാര്യമാണ് ഞാൻ അതിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇതിങ്ങനെ പ്രത്യേകം വേർതിരിച്ച് പറയേണ്ട ഒരു സാഹചര്യമല്ല. അതൊക്കെ എല്ലാം ഒന്നായി നിൽക്കുന്ന സമയത്താണല്ലോ കത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനിടയിൽ പി.വി. അൻവറിന്റെ ആലുവ എടത്തലയിലെ അനധികൃത കെട്ടിടം പൊളിക്കാനുറച്ച് സർക്കാർ നടപടികൾ ആരംഭിച്ചു. കെട്ടിടം അനധികൃതമാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ എടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാളെ ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കാനിരിക്കെയാണ് നിർദ്ദേശം. ഏതായാലും അൻവറിനെതിരായ CPM-ന്റെയും സർക്കാരിന്റെയും നീക്കങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ്. 24 കോഴിക്കോട്.